ഇന്ന് എല്ലാവർക്കും ഇന്നത്തെ പുതിയ ദിവസത്തിലേക്ക് സ്വാഗതം. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് സ്വിറ്റ്സർലൻഡിലെ ഏറ്റവും നല്ല സുന്ദരമായിട്ടുള്ള ഒരു ദിവസത്തിലേക്കാണ് കേട്ടോ. അങ്ങനെ നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടുത്തെ ആൽപ്സ് പർവ്വതനിരകളുടെ മുകളിലുള്ളൊരു എങ്കൽബർഗ് ഗ്രാമത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അവിടുത്തെ പ്രശസ്തമായ സ്വിറ്റ്സർലൻഡ് ടിറ്റ്ലീസിലേക്കാണ് ഞങ്ങളുടെ ഇന്നത്തെ സാഹസികമായിട്ടുള്ള യാത്ര. ഞങ്ങളത് ഇതിലാണ് പോകുന്നത് കേട്ടോ. കറങ്ങിക്കൊണ്ടിരിക്കുന്ന കേബിൾ കാറിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ മുകളിലേക്ക് പോകുമ്പോൾ അടിയിലത്തെ എന്ത് ഭംഗിയുള്ള മഞ്ഞുമലകളും അങ്ങനത്തെ മനോഹരമായ കാഴ്ചയാണ്. അതിൻ്റെ അടിയിലിങ്ങനെ എന്നിട്ട് പറയാം താഴ്വരകളിങ്ങനെ ചെടികൾ മരങ്ങളൊക്കെ നിൽക്കുന്നത്. അതിന് മുകളിലേക്കാണ് നമ്മൾ അതിൻ്റെ മുകളിൽ കൂടെ പോകും. ഫുള്ള് മഞ്ഞിങ്ങനെ മൂടി കിടക്കണത് എന്ത് ഭംഗിയായിരുന്നു അറിയുമോ. ആ കാഴ്ച കാണാൻ തന്നെ നന്നായിട്ട് നമുക്ക് ആ ടയർ കാറിൽ പോകുമ്പോൾ നമുക്ക് ആസ്വദിക്കാം. കേബിൾ കാറിൽ പോകുമ്പോൾ കണ്ട ഫുള്ള് നിങ്ങൾക്ക് കാണണ്ടായിരിക്കും. മഞ്ഞുകൊണ്ട് നിർമ്മിച്ച ഐസ് കൊണ്ട് ഇങ്ങനെ ഓരോന്നൊക്കെ ഉണ്ടാക്കി വെച്ചേക്കണം. അത് കാണാനായിട്ട് പതുക്കെ നടക്കണം കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നല്ല തണുപ്പുണ്ട്. പിന്നെ വഴുക്കാതെയൊക്കെ നടക്കണം കേട്ടോ. ടിറ്റ്ലീസ് നീതി അങ്ങനത്തെ ഇവിടെയൊക്കെ നടക്കുമ്പോൾ ഭയങ്കര സൂക്ഷിച്ച് നടക്കണം. വഴുക്കും അത്രയ്ക്കിത്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ മനോഹരമായിട്ടുള്ള ഓരോന്ന് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതൊക്കെ നല്ല ഭംഗിയായിരുന്നു. അത് മഞ്ഞ് മൂടി കിടക്കണ ഇതിൽ കൂടെ ഞങ്ങൾ നടന്നുകൊണ്ടിരുന്നു. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു മഞ്ഞിൻ്റെ മുകളിൽ കൂടെയൊക്കെ നടക്കണം. ഇതേപോലെ മഞ്ഞിങ്ങനെ നമ്മൾ നടക്കും, മുകളിൽ വീഴിലും അങ്ങനെ അതിൻ്റെ കൂടെയൊക്കെ നടന്നു. അതൊക്കെ ഒരു ഭയങ്കര അനുഭവമായിരുന്നു. പിന്നെ ഞങ്ങൾ അതിന് ശേഷം അവിടെ മുകളിൽ തന്നെ ഞങ്ങൾ ലഞ്ച് കഴിച്ചു. അവിടുത്തെ നല്ല ലഞ്ച് അതിൻ്റെ മുകളിൽ ഇതൊക്കെ ഒരു നമ്മുടെ പുതിയൊരു അനുഭവമാണ് അതൊക്കെ. പിന്നെ ഞങ്ങൾ മഞ്ഞിൻ്റെ അത് കണ്ടിറങ്ങിയതിന് ശേഷം ഞങ്ങൾ അവിടുത്തെ തന്നെ കുറച്ച് ഞങ്ങൾ പോകുന്നതിന് ശേഷം അവിടുത്തെ ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ മൂടിയ പാലങ്ങളിൽ അങ്ങനത്തെ ഒന്നായിട്ടുള്ള കടൽ ബ്രൂക്ക് അത് ചാപ്പൽ ബ്രിഡ്ജ് എന്ന് പറയും. ആ ബ്രിഡ്ജ് ഇതുണ്ട്. ഫുള്ള് മരത്തിൻ്റെയാണ്. എത്രയോ വർഷം പഴക്കമുള്ള ബ്രിഡ്ജിൽ കൂടെ ഞങ്ങൾ നടന്നു. അങ്ങനെ ബ്രിഡ്ജ് നഗരങ്ങളൊന്ന് ലൂസേണിലേക്കൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ സ്വിസ് ഗാർഡുകളെ വീരസ്മരണയ്ക്കായി നിർമ്മിച്ച ഒരു പ്രശസ്തമായ ലയൺ മോൺമെൻറ്റ് കാണാൻ പോയിരുന്നു. നല്ലൊരു ഇതായിരുന്നു ആ സിംഹത്തിൻ്റെ അത്. അങ്ങനെ ഞങ്ങളുടെ അതൊക്കെ കണ്ടതിന് ശേഷം അന്നത്തെ ദിവസത്തെ മഞ്ഞുമലകളും തടാകങ്ങളും ചരിത്ര സ്മാരകങ്ങളൊക്കെ കണ്ട് കഴിഞ്ഞ് അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ഒരു ദിവസം ഞങ്ങളുടെ അങ്ങനെ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ചരിത്രപ്രധാനമായ ഇതുകളൊക്കെയാണ്.